സംഗീത ലോകത്ത് നിരവധി വിപ്ലവങ്ങൾ സൃഷ്ടിച്ച വ്യക്തി, തന്റെ നിലപാടുകൾ ചങ്കുറപ്പോടെ വിളിച്ചു പറഞ്ഞ കലാകാരൻ, അതായിരുന്നു സുബീൻ ഗാർഗ്. അദ്ദേഹം വിട പറയുമ്പോൾ സംഗീത ലോകത്തിന് നഷ്ടമാകുന്നത് വെറും ഒരു കലാകാരൻ എന്നതിനും അപ്പുറം ധൈര്യശാലിയായ ഒരു കലാകാരനെ കൂടിയാണ്. ഞാൻ ബ്രാഹ്മണനാണ്, പക്ഷേ സിനിമയിൽ എൻ്റെ പൂണൂൽ ഞാൻ പൊട്ടിച്ചെറിഞ്ഞിരിക്കുന്നു. 2019 ഇത്തരമൊരു നിലപാടിലേക്ക് ഒരു കലാകാരൻ എത്തണമെങ്കിൽ അദ്ദേഹത്തിന്റെ ധൈര്യം എത്രത്തോളമെന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ. സിംഗപ്പൂരിലുണ്ടായ ഒരു സ്കൂബ ഡൈവിംഗ് അപകടത്തിൽ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 52 വയസ്സായിരുന്നു. ഗാങ്സ്റ്റർ എന്ന സിനിമയിലെ യാ അലി എന്ന ഗാനത്തിലൂടെയായിരുന്നു സുബീൻ ഗാർഗ് സംഗീത ലോകത്ത് പ്രശസ്തി ആർജിക്കുന്നത്. 2006 പുറത്തിറങ്ങിയ ഈ ഗാനത്തിലൂടെ സുബീൻ ഗാർഗ് എല്ലാ സംഗീത ആസ്വാദകരുടെയും പ്രിയപ്പെട്ടവനായി മാറി. ആസാമീസ്, ബംഗാളി, ഹിന്ദി എന്നിങ്ങനെ 8 ഭാഷകളിലായി സിനിമയിൽ പ്രവർത്തിക്കുകയും പാടുകയും ചെയ്ത കലാകാരൻ കൂടിയാണ് സുബീൻ ഗാർഗ്. 3-ാം വയസ്സിലായിരുന്നു സുബീൻ ഗാർഗ് സംഗീത ലോകത്തിലേക്ക് കാലെടുത്തു വെക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യ ഗുരു സ്വന്തം അമ്മ തന്നെയായിരുന്നു. പിന്നീട് പണ്ഡിറ്റ് റോബിൻ ബാനർജിയിൽ നിന്ന് 11 വർഷം തബലയും അഭ്യസിച്ചു. പിന്നീട് ഗുരു രുക്മിണി റായിൽ നിന്നും ആസാമി സംഗീതവും സുബീൻ ഗാർഗ് സ്വായത്തമാക്കി. 1992 നടന്ന യുവജനോത്സവത്തിൽ പാശ്ചാത്യ സോളോ പ്രകടനത്തിന് സ്വർണ്ണ മെഡൽ നേടിയപ്പോഴായിരുന്നു ഒരു ഗായകനാകാൻ തനിക്ക് സാധിക്കുമെന്ന ആത്മവിശ്വാസം ഗാർഗിന് ലഭിക്കുന്നത്. 1992 നവംബറിൽ പുറത്തിറങ്ങിയ അനാമിക എന്ന ആസാമീസ് ആൽബത്തിലൂടെ അദ്ദേഹം പ്രൊഫഷണൽ സംഗീത രംഗത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഋതു എന്ന ആൽബത്തിനായി പാടിയ തുമി ജുനു പരിബാഹുൻ, തുമി ജുനക്കി ഹുബാഖ് എന്നിവയായിരുന്നു ഗാർഗിന്റെ ആദ്യ റെക്കോർഡ് ചെയ്ത ഗാനങ്ങൾ. ശേഷം സാപ്പിനോർ സുൻ, ജുനക്കി മോൺ, മായ, ആശ തുടങ്ങി നിരവധി ആൽബങ്ങളും അദ്ദേഹം പുറത്തിറക്കി. ബോളിവുഡ്, ആസാമീസ് മേഖലകളിലൊക്കെ പാടുന്നതിനും പുറമെ 2003 ബംഗാളി സംഗീതത്തിലും അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചു. മോൺ എന്ന സിനിമയിലെ 2 ഗാനങ്ങൾ അദ്ദേഹത്തെ ആസാമി കലാകാരന്മാർക്കും പരിചിതനാക്കി. 2006 അദ്ദേഹത്തിന് ബോളിവുഡിൽ ഏറ്റവും അധികം ബ്രേക്ക് ലഭിച്ച ഗാനം യാ അലി പുറത്തിറങ്ങുന്നത്. ഈ ഗാനം സുബീൻ ഗാർഗിന് 2006 മികച്ച പിന്നണി ഗായകനുള്ള ഗ്ലോബൽ ഇന്ത്യൻ ഫിലിം അവാർഡ് നേടിക്കൊടുത്തു. കലാകാരൻ എന്നതിനും അപ്പുറം സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഗാർഗ് ഈ തിരക്കിനൊക്കെ ഇടയിലും മറന്നിരുന്നില്ല. ഗാർഗ് കലഗുരു ആർട്ടിസ്റ്റ് ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു ചാരിറ്റി പ്രവർത്തനവും ഗാർഗ് നടത്തിയിരുന്നു. വിവിധ ആവശ്യങ്ങൾക്കായി പണം സംഭാവന ചെയ്യുന്ന ഫൗണ്ടേഷനായിരുന്നു ഇത്. അസമിൽ വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് വസ്ത്രങ്ങൾ, മരുന്നുകൾ തുടങ്ങിയവയൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ സംഘടന മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. സുബീൻ ഗാർഗ് വിട പറയുമ്പോൾ അസമിന് നഷ്ടമാകുന്നത് ഒരു ശബ്ദം മാത്രമല്ല, ഒരു നാടിന്റെ തന്നെ ഹൃദയമിടിപ്പാണ്. ഒരു ഗായകനേക്കാൾ കൂടുതലായി അസമിന്റെയും രാജ്യത്തിന്റെയും അഭിമാനമായിരുന്നു ഗാർഗ്. നല്ലൊരു മനുഷ്യന്, നല്ലൊരു കലാകാരന് എന്നേക്കുമായി വിട.